മലയാള ജനതാനോസിന്റെ പുതിയ ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തമ്പുള്ളി വാർഡിലാണ്. ഇവിടെ പുത്തമ്പുള്ളി വാർഡ് UDFന്റെ കമ്മിറ്റി ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നുണ്ട്. അഥവാ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ്. നമുക്കറിയാം, സന്ദീപ് വാര്യർ ഒരു രാജ്യത്തെ ഭരിക്കാൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മേലങ്കണിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരു ജാതിമത ഭേദമന്യേ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഫാസിസത്തിന് വേണ്ടി കുടിപിടിക്കുന്ന BJP നിന്ന് രാജിവെച്ച് പുറത്തുന്ന സന്ദീപ് വാര്യറാണ് ഇവിടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തുന്നത്. ഏതായാലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും വർഗീയ കൂട്ടുകെട്ടിനെതിരെയുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ നാടിന്റെ മേന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ന് സന്ദീപ് വാര്യരുടെ ഒരു നയവിഖ്യാപനം, ഇതിനിവിടെ ഒരു പ്രചാരണം ഇവിടെ ഉള്ളത്. ഇതാണ് ഇന്ന് ഇവിടെ പൂന്തറ പുത്തമ്പള്ളി വാർഡ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ വരേണ്ടതുണ്ട്. കാരണം ഏകദേശം എത്രത്തോളം ആളുകൾ ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കില്ല. എന്തായാലും ആദ്യമായിട്ടാണ് പൂന്തറ മണ്ണിലേക്ക് സന്ദീപ് വാര്യർ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ലൈവാണ് പ്രേക്ഷകർ ടെലികാസ്റ്റ് ചെയ്തത്. എന്തായാലും എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്ക് എന്താണ് നമ്മുടെ പ്രതിനിധികളായ ആളുകൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ പ്രസിഡന്റ് അടക്കമുള്ള പ്രതിനിധികൾ നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാരണം ഒരുക്കങ്ങൾ? ഈ പറഞ്ഞതുപോലെ ഒരു സന്ദീപ് വാര്യറെ സ്വീകരിക്കാൻ വേണ്ടി പൂന്തറ മണ്ണ് പ്രത്യേകിച്ച് പുത്തമ്പള്ളി വാർഡ് ഇവിടെ ഒരുങ്ങി കഴിഞ്ഞു. എന്താണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ പ്രധാനമായിട്ടൊരു ലക്ഷ്യം? പ്രത്യേകിച്ച് പറയാനുള്ളത്, പുള്ളി വെറുപ്പിന്റെ പക്ഷത്തുനിന്ന് സ്നേഹത്തിന്റെ പക്ഷത്തോട്ട് കടന്നു വന്നു. അപ്പം സ്നേഹത്തിന്റെ പക്ഷത്തോട്ട് കടന്നു വന്ന പുള്ളിയെ കേൾക്കാൻ ഈ പുത്തമ്പള്ളി മുഴുവൻ കാത്തിരിക്കുക. അപ്പം നമ്മുടെ പ്രവർത്തകരുടെ ഒരു വികാരവും പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ അദ്ദേഹത്തിൻ്റെ ഒരു ആശയവിനിമയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമുണ്ടെന്നുള്ള പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ട് പുത്തമ്പള്ളി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഗംഭീരമായിരിക്കും. ഒരുക്കങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ജനസാന്നിധ്യം ഈ പരിപാടിയിലുണ്ടാവും. എത്ര പേരാണ് ഇതിലെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം? പ്രത്യേകിച്ച് എണ്ണമൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ നോക്കിക്കോളൂ, കാണാൻ പോണ പൂരം കണ്ടറിയേണ്ടല്ലോ. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നത് കാണേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് സത്യത്തിലെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എന്താണ് നയ പ്രഖ്യാപനം അല്ലെങ്കിൽ വിശദീകരണം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ BJP CPM അവിശുദ്ധ കൂട്ടുകെട്ടുന്നതാണ്. സത്യത്തിൽ അതിന്റെ എന്ത് പ്രൂഫാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്? തീർച്ചയായിട്ടും CPM BJP കൂട്ടുകെട്ടും. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഒരുങ്ങുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ വാർഡ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തോട് ഞങ്ങൾ ഒരു 3 ദിന പരിപാടിയാണ് നിങ്ങൾ ആസൂത്രിച്ചത്. ഈ വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ ശക്തമായ 5 ദിന പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ പുത്തമ്പള്ളി വാർഡ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വാർഡ് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുകയും അത് കഴിഞ്ഞ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വാർഡുകളിലോട്ട് ഒട്ടനവധി ഒരു പദയാത്ര സംഘടിപ്പിക്കുകയും വിശദീകരണ യോഗങ്ങൾ വീണ്ടും ഞങ്ങൾ വിളിച്ചു കൂട്ടുകയും ചെയ്യുന്നതാണ്. ഇതൊരു വലിയൊരു സംഭവമാക്കി സന്ദീപ് വാര്യനെ പ്രവർത്തകരുടെ വികാരം തോളിലേറ്റിവിടെ സന്ദീപ് വാര്യനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് ഒരു ഗംഭീര പരിപാടിയാക്കി മാറ്റിയെടുക്കാനാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഈ വാർഡിലുള്ള ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ഫുൾ സപ്പോർട്ടുണ്ട്, മണ്ഡലം ഭാരവാഹികളുടെ സപ്പോർട്ടുണ്ട്, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ സപ്പോർട്ടുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെ സപ്പോർട്ടിലൂടെ ഞങ്ങൾ നല്ലൊരു പരിപാടി ഇവിടെ ആസ്വദിക്കുന്നു. എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്നാണ് വാർഡ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. ഓക്കെ, എങ്ങനെയാണ് സത്യത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിശദീകരണം നടക്കുമ്പോൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വർഗീയതക്കെതിരെ അഴിമതിക്കെതിരെയാണ്. എന്നാലും ഇതിലെ മറ്റ് പ്രമുഖരായ ആളുകളൊക്കെ ആരൊക്കെയാണ് ഇത് പങ്കെടുക്കുന്നത്? ഇതിൽ ഞങ്ങൾ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ഒരു മുന്നൊരുക്കം ഞങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. പ്രധാനമായിട്ടും ഒരു രാഷ്ട്രീയ വിശദീകരണം ഇവിടെ നമ്മൾ കോൺഗ്രസ് നടത്തി വളരെ കാലമായി. ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയതയ്ക്കും സംസ്ഥാന സർക്കാരിൻ്റെ BJP ആയിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയും എതിരായിട്ട് ഒരു രാഷ്ട്രീയ വിശദീകരണം വെക്കണമെന്ന് വാർഡ് കമ്മിറ്റി ആലോചിച്ച പ്രകാരം അതിന് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നൊരുക്കം കൂടിയായി ഈ പരിപാടിയിൽ ശക്തമായ ഒരു പരിപാടി അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ബഹുമാൻ സന്ദീപ് വാര്യർ ഇവിടെ സംസാരിക്കും. മറ്റ് വിശേഷ വ്യക്തികൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ട്? പ്രത്യേകിച്ച് UDFന്റെ ഇത് UDFന്റെ പരിപാടിയല്ല, കോൺഗ്രസിന്റെ പരിപാടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി പരിപാടിയാണ്. അതിൽ നമ്മുടെ KPCC മുൻ ഭാരവാഹി മണക്കാട് സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. രാഷ്ട്രീയ വിശദീകരണം വിശദമായ രീതിയിൽ തന്നെ ബഹുമാൻ സന്ദീപ് വാര്യർ സംസാരിക്കുന്നതായിരിക്കും. മുഖ്യപ്രഭാഷണം അദ്ദേഹമായിരിക്കും. സന്ദീപ് വാര്യർ നിർവഹിക്കും. ഉദ്ഘാടനം മണക്കാട് സുരേഷ് നിർവഹിക്കും. സത്യത്തിൽ ഇതിലെ ഈ ഒരു കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ കോൺഗ്രസ് അല്ലെങ്കിൽ UDF? നമ്മളിത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് പ്രമുഖ 2 കക്ഷികളാണ് LDF, UDF. സാധാരണ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ പല ഇലക്ഷനും അഭിമുഖീകരിച്ചിട്ടുണ്ട്. മറ്റ് വർഷങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന്
ഒരു പ്രമുഖ കക്ഷിയായ ഇടതുപക്ഷം ഒരു കൃത്യമായ ഒരു വർഗീയ പക്ഷത്തോട് ഇന്നത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ നിങ്ങൾ ന്യൂസ് ചാനലിലൊക്കെ ചർച്ച കേട്ടു വെക്കുന്നത് എന്താണ് അവർ ചർച്ച ചെയ്യണം? അവർ ശബരിമതവും വിശ്വാസവും ജാതിയും മതവും ഒക്കെയാണ്. മുമ്പൊന്നും ഇലക്ഷനിൽ ഇതൊന്നും അല്ല ചർച്ചയായിരുന്നു. ഇവിടുത്തെ ഒരു വികസന വിഷയവും അതുപോലുള്ള സർക്കാരുകളുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളാണ് മുൻകാലങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതിനെല്ലാം വിഭിന്നമായി കേരളം ശാന്തസുന്ദരമായ കേരളത്തിന് അശാന്തിയുടെ ഒരു തറവാടാക്കി മാറ്റാൻ വേണ്ടി ഇടതുപക്ഷം തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് വെറും ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള ആരോപണത്തിനപ്പുറത്ത് ഞങ്ങൾ പൊതുജനത്തിനോട് മുമ്പിൽ വെക്കുന്നതാണ് ഈ വിഷയം. അവർക്ക് ആലോചിച്ച അല്ലെങ്കിൽ അവരുടെ കാഴ്ചയിൽ കൂടെ തന്നെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇടതുപക്ഷം കൃത്യമായി വർഗീയ കാർഡുകൾ ഇറക്കി കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ കേരള മണ്ണിൽ നമ്മൾ അനുവദിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ BJP RSS കൂട്ടുകെട്ടുകൾ കൂടുതൽ ഇടതുപക്ഷമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ നമ്മൾ സന്ദീപ് വാര്യറിനെ തന്നെ സെലക്ട് ചെയ്യും. മാത്രം പ്രവർത്തകരുടെ ഒരു വികാരവും സന്ദീപ് വാര്യറിനെ ഇത്തരം വിഷയത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. സന്ദീപ് വാര്യർ പറയാനുള്ള ഒരു സാഹചര്യം പുത്തമ്പള്ളി വാർഡ് കമ്മിറ്റി ഒരുക്കിയത്. ഇപ്പോൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാഗത്ത് ഞാൻ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്, ഇദ്ദേഹം ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റാണ് റഷീദാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഒക്കെ ശക്തമായ പിന്തുണ ഈ വാർഡ് കമ്മിറ്റിക്ക് ഈ വിഷയത്തിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യം 6 മണിക്ക് ഈ പരിപാടി തുടങ്ങും. മൈക്ക് ഓർഡറിന്റെ സമയം അനുവദിച്ചവരെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ മലയാള ജനാലുസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് ഇവിടെ പുത്തമ്പള്ളി വാർഡ് കമ്മിറ്റിക്ക് അഥവാ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ പറഞ്ഞതുപോലെ വർഗീയതയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ നാട്ടിൽ നടക്കുന്ന അഴിമതിക്കെതിരെയും ശക്തമായ ഒരു പ്രഭാഷണമാണ് ഇവിടെ സന്ദീപ് വാര്യർ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ CPM അതോടൊപ്പം തന്നെ BJP അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വ്യക്തമായ തെളിവോടുകൂടിയുള്ള സംസാരമായിരിക്കും ഉണ്ടാകുന്നതാണ് അവർ പ്രഖ്യാപിച്ചത്. അതെന്താണ് എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, എത്രമാത്രം സത്യമുണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായും UDF അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ചു പിടിക്കും ഭരണം എന്നുള്ള നിലയിലുള്ള ഒരു സംസാരമാണ് അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6 മണി മുതൽ 9 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ വിശദീകരിക്കുന്നത് മഴയുണ്ടെങ്കിലും അതിനെ അതിജയിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം എത്തുകയും പദയാത്ര അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഇതിന്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം വന്നത്. കാത്തിരുന്ന് കാണാം. 6 മണിക്ക് സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേണ്ടി ഇപ്പോൾ പൂന്തറമാണ് ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെയുള്ള ഏകദേശം സദസ്സുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇരുതരമുള്ള ഘടക കക്ഷികളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാനുള്ളത്. മലയാള ജനറൽസ് പറ്റുമെങ്കിൽ ഈ ലൈവ് ആ സമയത്ത് എത്താൻ കഴിയുമെങ്കിൽ എത്തി ഇത് ടെലികാസ്റ്റ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷയുടെ പുതിയ ന്യൂസുമായി കാണാം. തൽക്കാലം വിടാം. ബൈ. ഭാഷണം കൊടുക്കുമ്പോൾ ഇടയിൽ